ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ ആക്രമിച്ച സംഭവത്തിൽ സിപിഎം പ്രവർത്തകരായ 5 പ്രതികൾ റിമാൻഡിൽ. മറ്റ് 4 പ്രതികളെ ഉടൻ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. വിനേഷ് കുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. വിനേഷ് കുമാർ, കൂടുതൽ വിശദാംശങ്ങൾ. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ ആക്രമിച്ച സംഭവത്തിലാണ് ഇപ്പോൾ സിപിഎം പ്രവർത്തകരായ 5 പ്രതികൾ റിമാൻഡിലായിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പം മറ്റ് 4 പ്രതികളെ ഉടൻ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും എന്നുള്ള വിവരം കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഇഡി ഉദ്യോഗസ്ഥർ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തോട്ട് വന്നപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ സിപിഐഎം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ അക്രമ സംഭവങ്ങൾ, കാറിന്റെ ചില്ലടക്കം അടിച്ചു തകർക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ ആണ് ഈ സംഭവത്തിൽ പ്രതികളായ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ 5 പ്രതികൾ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു. മറ്റ് 4 പ്രതികളെ ഉടൻ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ, ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഇഡിയുടെ റെയ്ഡ്. അത് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ പിണറായി വിജയന്റെ മകൾ ടി വീണയുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി വിജയന്റെ വീട്ടിലും ഒപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഉൾപ്പെടെ പലയിടങ്ങളിലായി റെയ്ഡ് നടന്നത്. ആ റെയ്ഡിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം സിപിഐഎം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. അതിന്റെ തലേ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ എത്തിയിരുന്നു, പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉടനുണ്ടായ ഈ റെയ്ഡ് അത് രാഷ്ട്രീയപരമായി നേരിടാനുള്ള ആ ശ്രമത്തിലാണ് സിപിഐഎം. അങ്ങനെ ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുകയാണ്. ഈ റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് മാത്രമാണ് ആരോപിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല, ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട യാതൊരു അറിവും തങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കേസിൽ ഇഡി ഉദ്യോഗസ്ഥർ പുറത്തു വന്നതിന് പിന്നാലെ ഈ പരിശോധനയ്ക്ക് ശേഷം ഇഡി ഉദ്യോഗസ്ഥർ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സിപിഐഎം പ്രവർത്തകർ അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ആക്രമിച്ചത്. ആ വാഹനം അടിച്ചു തകർക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ പല സ്ഥലങ്ങളിലും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് വെച്ച് വാഹനം ആക്രമിച്ച സംഭവമാണ്. മറ്റ് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികൾ റിമാൻഡിലാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റ് 4 പ്രതികളെ ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നും അറിയാൻ സാധിക്കുകയാണ്. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, സംഭവസ്ഥലത്തുണ്ടായിരുന്ന കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 പേർ റിമാൻഡിലാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റുള്ളവർക്കെതിരെയുള്ള നടപടി എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ എങ്ങനെ? ഇതുവരെ പിടിയിലായിരിക്കുന്നത് 8 പേരാണ്. അതിൽ 5 പേരെ ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു. ഈ 5 പേരെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം, ഇന്ന് അവധിയാണ്, അതുകൊണ്ട് തന്നെ കോടതി ഇല്ലാത്തത് കൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയതിനു ശേഷം ഇവരെ 5 പേരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയുള്ളത് 3 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അവരുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അവരെയും ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് പിണറായി വിജയന്റെ വീടിന് മുമ്പിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായ എല്ലാവരും തന്നെ ഡിവൈഎഫ്ഐ സിപിഐഎം പ്രവർത്തകരാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുൻ വാർഡ് കൗൺസിലർ ആയിരുന്ന, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ ആയിരുന്ന IP ബിനു ഒളിവിലാണ്. IP ബിനുവിനെ കൂടി ഇനി കിട്ടാനുണ്ട്. കാരണം ഈ ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ തീമുട്ട എറിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് IP ബിനുവിനെതിരെ ബിനു കൂടി കേസിൽ പ്രതിയാണ്. ഇത്തരത്തിൽ ഇനി 4 പേരെങ്കിലും ഇനി കിട്ടാനുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ 12 പേരാണ് മുഖ്യപ്രതികൾ എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. എന്തായാലും അടുത്ത 3 പേരെ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയേക്കും എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ശരി, വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ, അതിൽ വധശ്രമം ഉൾപ്പെടെ പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിലാണ് 5 പേർ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.